ഇന്തോനേഷ്യ, തിമൂർ, സിംഗപ്പൂർ, പാപ്പുവ ന്യൂ ഗിനിയ എന്നീ നാടുകളിലേക്ക് ഫ്രാൻസിസ് പാപ്പ നടത്താൻ പോകുന്ന ഇടയ സന്ദർശനത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് നൽകി വത്തിക്കാൻ മാധ്യമ വിഭാഗം. പാപ്പയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട കാര്യപരിപാടികൾ പ്രസ് ഓഫീസിന്റെ മേധാവി മത്തയോ ബ്രൂണിയാണ് മാധ്യമപ്രവർത്തകർക്ക് നൽകിയത്. 87 വയസ്സുള്ള പാപ്പ സെപ്റ്റംബർ 2 മുതൽ 13 വരെ നടത്തുന്നത് തന്റെ 45ാമത്തെ വിദേശ അപ്പസ്തോലിക പര്യടനമാണ്. പാപ്പയുടെ 11 വർഷത്തെ പൊന്തിഫിക്കൽ കാലഘട്ടത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ അപ്പസ്തോലിക യാത്രയാണിത്. സെപ്റ്റംബർ 3 മുതൽ 6 വരെ പാപ്പ ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയിലായിരിക്കും. 28 കോടിയോളം വരുന്ന ജനസംഖ്യയുടെ 3.1% മാത്രം കത്തോലിക്കരുള്ള ഇന്തോനേഷ്യയിൽ 80 ലക്ഷത്തോളം ക്രൈസ്തവരാണ് നിലവിലുള്ളത്. 6-ാം തീയതി ഇന്തോനേഷ്യയിൽ നിന്ന് ഓഷ്യാന രാജ്യമായ പാപ്പുവ ന്യൂ ഗിനിയയിലേക്ക് പോകുന്ന ഫ്രാൻസിസ് പാപ്പ തലസ്ഥാനമായ പോർട്ട് മോറിസിയും വാനിമോയും സന്ദർശിക്കും. 9-ാം തീയതി വരെയായിരിക്കും പാപ്പ പാപ്പുവ ന്യൂ ഗിനിയയിൽ ചെലവഴിക്കുക. 9-ാം തീയതി കിഴക്കേ തിമൂറിന്റെ തലസ്ഥാനമായി ദില്ലിയിൽ പാപ്പയെത്തും. 11-ാം തീയതി വരെ അവിടെ തങ്ങുന്ന പാപ്പ അന്ന് സിംഗപ്പൂരിലേക്ക് പോകും. 13-ന് തന്റെ സന്ദർശനം പൂർത്തിയാക്കി പാപ്പ വത്തിക്കാനിലേക്ക് മടങ്ങും. ഈ രാജ്യങ്ങളിലെ എല്ലാം രാഷ്ട്രീയ അധികാരികളെയും ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും പാപ്പ സന്ദർശിക്കുന്നതായിരിക്കുമെന്ന് മാധ്യമ വിഭാഗം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കീന ന്യൂസ്.